നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 75 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 24,574-ലും സെൻസെക്സ് 80,543 ഏതാണ്ട് 166 പോയിന്റും മൈനസിലുമാണ് ക്ലോസ് ചെയ്തത്. PSU ബാങ്ക്സ് മാത്രമാണ് നമ്മൾ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും മൈനസിലായിരുന്നു. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം ഏകദേശം 1% മൈനസിലായിരുന്നു. IT, ഫാർമ സെക്ടറാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടത്. ഒരുപക്ഷെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് ബാധിക്കാവുന്ന സെക്ടറുകളിലൊന്നാണ് ഈ IT, ഫാർമ സെക്ടർ. അതുപോലെ ഇന്ന് ഇന്ത്യയിലെ RBI പണനയം പ്രഖ്യാപിച്ച ദിവസം കൂടിയായിരുന്നു. പലരും ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും RBIയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റേറ്റ് കട്ട് ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മളുടെ ഉത്സവ സീസൺ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് പലിശയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ ഒരുപക്ഷെ വായ്പ വർദ്ധിക്കുകയും ആൾക്കാർ വിപണിയിൽ ആ പണം ചെലവഴിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ അനുകൂലമാണെങ്കിലും അത്തരത്തിൽ റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ വന്നാൽ ഒരു ഇൻഫ്ലേഷൻ കൂടും. അത്തരത്തിലൊരു പ്രതീക്ഷയായിരിക്കും RBI കൊണ്ട് ഇത്തരത്തിൽ റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാത്തത്. മറ്റൊന്ന്, നല്ല മൺസൂൺ, അതുപോലെ കുറഞ്ഞ പണപ്പെരുപ്പം, അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങളെല്ലാം റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഗുണകരമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് RBI നടത്തിയിരിക്കുന്നത്. അതായത് പലിശ കുറച്ചില്ലെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരും എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ്, ട്രംപിന്റെ ഓരോ ദിവസവും നിലപാട് മാറ്റമാണ്. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് കൂടുതൽ പിഴ ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് 25% കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും അടക്കം മറ്റൊരു ചുങ്കവും കൂടെ ചുമത്തും എന്നാണ് പറയുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഏതാണ്ട് 6,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ അവരുടെ താരിഫ് 30% വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. ഓൾറെഡി അവരുമായിട്ട് സമവായത്തിൽ എത്തിയതാണ്. എങ്കിൽ പോലും ഈ 60,000 കോടി ഡോളർ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ വീണ്ടും താരിഫ് ചുമത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞു. US വന്ന PMI ഡാറ്റ ഫേവറബിൾ അല്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വന്ന PMI ഡാറ്റ 11 മാസത്തെ ഹൈ പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നിനി 24 മണിക്കൂറിനുള്ളിൽ പിഴ വല്ലതും ചുമത്തിയാൽ ഒരുപക്ഷെ നാളെ മാർക്കറ്റിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പും പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് അതാണ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.